ഹലോ ഹായ്. ഇവിടെ ഉണ്ടടാ മക്കളെ നിങ്ങളെല്ലാവരും. നമ്മളിന്ന് പോകുന്നത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലോട്ടാണ് നമ്മളിന്ന് കയറുന്നത്. ഓക്കെ, എല്ലാവരും എത്തിയോ? ഓൾ ഓഫ് യു ഹിയർ? ഉണ്ടടാ മക്കളെ, എല്ലാവരും ഉണ്ടോ? ഓക്കെ, എനിവേ നമുക്ക് തുടങ്ങാം അല്ലേ? ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മളിന്ന് പോകുന്നത്. വളരെ വലിയൊരു ചാപ്റ്ററിനെ വളരെ ഒരു പ്രിസൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഐ തിങ്ക് എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഹൈ ഓൾ. അപ്പൊ മക്കളെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താ? ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്നാണ് ഇനീഷ്യലി പറയുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components. ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more componentsനെയാണ് നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേര് വിളിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ചോദിക്കും 2 or more components എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കണേ, 2 or more components എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ 2 കമ്പോണൻസ് ആണെങ്കിൽ, ഇഫ് ദർ ഈസ് ഓൺലി 2 കമ്പോണൻസ് ആണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേര് ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേര് വിളിക്കും. വെറും 2 കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, വാട്ടറും ലൈമും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓൺലി 2 കമ്പോണൻസേ പ്രസന്റ് ഉള്ളൂ. 2 കമ്പോണൻസ് ആണെങ്കിൽ അതിനെ ബൈനറി സൊല്യൂഷൻസ് എന്നും, 3 കമ്പോണൻസ് പ്രസന്റ് ആണെങ്കിൽ, ഇഫ് ദർ ഈസ് എ പ്രസൻസ് ഓഫ് 3 കമ്പോണൻസ്, അതിനെ നമ്മൾ ടെർണറി സൊല്യൂഷൻസ് എന്നും പേര് വിളിക്കും. 3 കമ്പോണൻസ് ആണെങ്കിൽ എന്ത് പേര് വിളിക്കും? ടെർണറി സൊല്യൂഷൻസ്. അതേസമയം 4 കമ്പോണൻസ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പേര് വിളിക്കും? ക്വാട്ടർണറി സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേര് വിളിക്കും. ക്വാട്ടർണറി സൊല്യൂഷൻ. അപ്പൊ ബേസിക്കലി ഞാൻ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് അതിൽ സൊല്യൂട്ടും പ്രസന്റ് ആയിരിക്കും, പിന്നെ എന്തും പ്രസന്റ് ആയിരിക്കും? സോൾവെന്റും പ്രസന്റ് ആയിരിക്കും അല്ലെ. സൊല്യൂട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സൊല്യൂട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന ലെറ്ററുമായിട്ടും, അതേസമയം സോൾവെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ലെറ്ററുമായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 300 gram ഓഫ് യൂറിയ ഇൻ 180 gram ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, 300 gram ഓഫ് യൂറിയ ഇൻ 180 gram ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 gram യൂറിയ 150 gram വാട്ടറിൽ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് സൊല്യൂട്ടും സോൾവെന്റും ഏതാണെന്ന് നമുക്ക് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞൂടെ? അതേപോലെ യൂറിയ, സൂക്രോസ്, വാട്ടർ എപ്പോഴും ഒരു സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണല്ലോ. വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേര് തന്നെ യൂണിവേഴ്സൽ സോൾവെന്റ്. കാരണം അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്നൊരു ടേം ഉണ്ട്. അത് നിങ്ങൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വളരെയധികം കൂടിയത് കൊണ്ട് തന്നെ വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. ഇനി ഇതിൽ നമ്മൾ NCERT നോക്കുന്ന സമയത്ത് ചില ടേംസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ഈ ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുക മക്കളെ? കോപ്പറും സിങ്കും കൂടി കഴിഞ്ഞാൽ ബ്രാസ് എന്നും, പിന്നെ മറ്റൊരു ടേമാണ് ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറും ടിന്നും കൂടിയ ടേം ആണെന്നുള്ളതും, ജർമ്മൻ സിൽവർ മറ്റൊരു കമ്പോണന്റ് ആണ്. ജർമ്മൻ സിൽവർ ഇതൊക്കെ അലോയികളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ആൾക്കാരാണ്, അലോയ്സ്. സോ ജർമ്മൻ സിൽവർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോപ്പറും സിങ്കും നിക്കലൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അലോയ്സ് ആണെന്നുള്ളതൊക്കെ ഇൻട്രൊഡക്ഷൻ ഓഫ് അവർ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? സൊല്യൂഷൻ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ്? ബൈനറി ഉണ്ട്, ടെർണറി ഉണ്ട്, ക്വാട്ടർണറി സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പ്രസന്റ് ആണ്. നമ്മൾ ആദ്യമായിട്ട് പോകുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഏറ്റവും ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഏതൊക്കെയാണ് വരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക മക്കളെ, നിങ്ങൾക്ക് ഗ്യാഷ്യസ് സൊല്യൂഷൻസ് പ്രസന്റ് ആണ്, ലിക്വിഡ് സൊല്യൂഷൻസ് പ്രസന്റ് ആണ്, സോളിഡ് സൊല്യൂഷൻസും പ്രസന്റ് ആണ്. ഗ്യാഷ്യസ് സൊല്യൂഷൻസ് ആണെങ്കിൽ അവിടെ സോൾവെന്റ് എല്ലാം ഗ്യാസ് ആണ്, സൊല്യൂട്ടുകളാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അതേസമയം അതിന്റെ എക്സാമ്പിൾസുകൾ നിങ്ങൾ നിർബന്ധപരമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ്, അത് ഗ്യാസ് സൊല്യൂഷൻസ് ആണ്. ഗ്യാസിൽ തന്നെയാണ് ഉള്ളത്. സൊല്യൂട്ടും ഗ്യാസ് ആണ്, സോൾവെന്റും ഗ്യാസ് ആണ്. അതേസമയം ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് പ്രസന്റ് ഇൻ ഗ്യാസ് ആണ്. അതേസമയം കാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഇൻ എന്താണ്? ഗ്യാസ് ആണ്. കാംഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ കർപ്പൂരം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ലിക്വിഡിൽ ഗ്യാസ് വരുന്നത് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടറും, ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. അവിടെ ലിക്വിഡ് ആണ് സോൾവെന്റ് ആയിട്ട് വരുന്നത്. ഇനി ലിക്വിഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കള്ള്, തണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോൾ ഡിസോൾഡ് ഇൻ വാട്ടർ അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളിഡ് ഇൻ ലിക്വിഡിൽ ഒരു സോളിഡ്, ഇപ്പൊ ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ടു, പഞ്ചസാര വെള്ളത്തിലിട്ടു, ഇതൊക്കെ എന്താണ്? സോളിഡ് ഇൻ വാട്ടർ ആണ്, സോളിഡ് ഇൻ ലിക്വിഡ് ആണ്, അങ്ങനെ പറയാൻ പറ്റും.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറഞ്ഞു നോക്ക് മക്കളെ, ഗ്യാസും സോളിഡ് ആണ് സോൾവെന്റ് എങ്കിൽ, സോളിഡ് ഇസ് ദ സോൾവെന്റ്, സോളിഡ് ആണ് സോൾവെന്റ് എങ്കിൽ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം മനസ്സിലാക്കി വെക്കുക. ലിക്വിഡും സോളിഡും ആണെങ്കിൽ അമാൽഗം, അല്ലെ, സോഡ അമാൽഗം എന്നൊക്കെ പഠിക്കും. എന്താ സോഡ അമാൽഗം? നിങ്ങൾ പഠിച്ചതാണ് എന്താ സോഡ അമാൽഗം എന്നുള്ളതൊക്കെ. എന്താ മക്കളെ സോഡ അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na⁻HG, ഇതാണ് സോഡ അമാൽഗം. സിങ്ക് അമാൽഗം എന്നൊക്കെ നമ്മൾ പേര് വിളിക്കും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് സോളിഡ് ആണ്. സോളിഡ് കോപ്പർ ഡിസോൾവ് ഇൻ ഗോൾഡ്, കോപ്പർ ഗോൾഡിൽ ഡിസോൾവ് ആവുന്നത്, അതല്ലേ നമ്മളെ 91.6% അല്ലേ ഗോൾഡ് ഉള്ളൂ, ബാക്കി വരുന്നത് കോപ്പറൊക്കെ അല്ലേ. സോ അതൊക്കെ എന്തിൽ പെടുന്നതാണ്? ഒരു കോപ്പർ ഡിസോൾവ് ഇൻ ഗോൾഡ്, ഒരു സോളിഡ് എ ടൈപ്പ് ഓഫ് എന്താണ്, ഒരു സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ടേംസുകളാണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് മൊളാരിറ്റി ഉണ്ട്, മൊലാലിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ഉണ്ട്, PPM ഉണ്ട്, ദെൻ പെർസെന്റേജ്, വെയിറ്റ് ബൈ വെയിറ്റ്, വെയിറ്റ് ബൈ വോളിയം, വോളിയം ബൈ വോളിയം. ഇത്രയും കോൺസെൻട്രേഷൻ ടേംസുകളെ നിങ്ങൾ ഇനീഷ്യലി ഇവിടെ അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് മൊലാലിറ്റിയെ കുറിച്ചിട്ടാണ്. എന്താ മൊലാലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? മൊലാലിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ എ സ്മോൾ ലെറ്റർ എം, m വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തതാണ് മൊലാലിറ്റി. മൊലാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ വരിക? മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, ഇതല്ലേ മൊളാലിറ്റി? അതെല്ലാവർക്കും അറിയാലോ. NB എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് A വെച്ചിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുക മാസ് ഓഫ് സോൾവെന്റ്. സോ NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലടാ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സോ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ്. ഇനി മാസ് ഓഫ് സോൾവെന്റ് ഗ്രാമിലാണെങ്കിൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സംശയമുണ്ടോ? ദിസ് ഈസ് എ ബേസിക് ടേം ഓഫ് മൊളാലിറ്റി. മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഇൻഡിപെൻഡന്റ് ചെയ്യും. എന്താ അത് ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം? മൊളാരിറ്റി എന്ന് പറയുന്ന മറ്റൊരു ടേം ഉണ്ട്. മൊളാരിറ്റി ഈസ് ഡിപെൻഡിങ് ഓൺ ടെമ്പറേച്ചർ. കാരണം എന്താ? മൊളാരിറ്റി നമ്മൾ പറയുന്ന സമയത്ത് മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ എന്നാണ് മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ. മൊളാരിറ്റി നമ്മൾ അങ്ങനെ പറയുമ്പോൾ വോളിയം ഉണ്ട്. വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയം ടെമ്പറേച്ചറുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും മൊളാലിറ്റി ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ അടുത്തത് പറയാൻ പോകുന്നത് തന്നെ മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് പറയുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ്, വോളിയം ഇൻ ലിറ്റർ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് അറിയാം, ഇവിടെയുള്ള വോളിയം എന്ന് പറയുന്ന ടേമിനെ ഞാൻ ഇവിടെ ml എടുത്തു കഴിഞ്ഞാൽ, വോളിയം ഇൻ ml എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 1000. നമ്മൾ 1000 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് പറഞ്ഞ ഇവിടെ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്ന ആളാരാ മക്കളെ? നോർമാലിറ്റി ആണ്. എന്താണ് നോർമാലിറ്റിയുടെ ഒരു ബേസിക് ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഹൗ കാൻ വി ഡിഫൈൻ നോർമാലിറ്റി? നോർമാലിറ്റി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട്, അതാണ് നമ്മൾ ആക്ച്വലി പറയാറുള്ളത്. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. എന്താണ് ഗ്രാം ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് ഇക്വലൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട്. ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ട്. ഈ WB ബൈ EB അതാണ് ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ട്. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ തന്നിട്ട് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. അതാണ് നമ്മൾ ചെയ്യുക. എങ്ങനെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുക? ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്യുലാർ മാസ് ഡിവൈഡഡ് ബൈ n ഫാക്ടർ എന്നല്ലേ നിങ്ങൾ പഠിച്ചുള്ളത്? മോളിക്യുലാർ മാസ് ഡിവൈഡഡ് ബൈ n ഫാക്ടർ. n ഫാക്ടർ എങ്ങനെ? മൊളാരിറ്റി ഒരാൾ ഇപ്പം ഋഷികേഷ് ചോദിച്ചു, വൈ മൊളാരിറ്റി ഈസ് ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ സർ? മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ. വോളിയം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വോളിയം ടെമ്പറേച്ചർ. PV കൂടെ NRT തന്നെ നോക്ക്. അല്ലെങ്കിൽ V is directly proportional to temperature എന്ന് നമ്മൾ പഠിച്ചതല്ലേ. സോ വോളിയം എന്തായാലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലടാ ഋഷികേഷ്. അതുകൊണ്ട് എന്തായാലും മൊളാരിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് പറയാൻ പറ്റും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ അതിന്റെ ഇടയിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
നോർമാലിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാണാം? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ട്. ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ എന്നാണ് നമ്മൾ പറയാം. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ. എങ്ങനെ ഈ എൻ ഫാക്ടർ കണ്ടുപിടിക്കുക? അത് ഞാനിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ എൻ ഫാക്ടർ കണ്ടുപിടിക്കുക? ഇപ്പം ഞാൻ നോക്ക്, വാലൻസി വെച്ചിട്ട് നമുക്ക് എൻ ഫാക്ടർ പറയാൻ പറ്റും. വാലൻസി വെച്ചിട്ട് നമുക്ക് എൻ ഫാക്ടർ വരും. ഇപ്പൊ സോഡിയത്തിന്റെ വാലൻസി 1 ആണ്, അപ്പൊ എൻ ഫാക്ടർ 1 ആണ്. കാൽഷ്യത്തിന്റെ സെക്കൻഡ് ഗ്രൂപ്പ് ആണ്, വാലൻസി 2 ആണ്, അപ്പൊ എൻ ഫാക്ടർ 2 ആണ്. അലുമിനിയത്തിന്റെ വാലൻസി 3 ആണ്, അപ്പൊ എൻ ഫാക്ടർ 3 ആണ്. അയേണുകളുടെ കേസിൽ അതിന്റെ ചാർജ് ആണ് അതിന്റെ വാലൻസി. SO4 2 മൈനസ് ആണ്, അപ്പൊ എൻ ഫാക്ടർ 2 ആണ്. Cl മൈനസ് ആണ്, അപ്പൊ -1, അപ്പൊ അതിന്റെ എൻ ഫാക്ടർ 1 ആണ്. PO4 3 മൈനസ് 3 ആണ് അതിന്റെ എൻ ഫാക്ടർ. ഇസ് ഇറ്റ് റൈറ്റ്? അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്ക്, നമ്പർ ഓഫ് റീപ്ലേസിബിൾ ഹൈഡ്രജൻ. അത് ആസിഡുകളുടെ കേസിൽ H+ നമ്പർ ഓഫ് റീപ്ലേസിബിൾ ഹൈഡ്രജൻ 1 ആ അല്ലേടാ. അപ്പൊ ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ അതിന്റെ എൻ ഫാക്ടർ 1 ആണ്. അത് കഴിഞ്ഞ് H2SO4 2 ഹൈഡ്രജൻ പ്രസന്റ്, റീപ്ലേസിബിൾ ഹൈഡ്രജൻ. സോ അതെന്താണ്? 2 ആണ് അതിന്റെ എൻ ഫാക്ടർ വരിക. ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. എൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാം. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇക്വലന്റ് മാസ് കിട്ടി. ആ ഇക്വലന്റ് മാസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബാക്കിലോട്ട് പോവാ. ഇക്വലന്റ് മാസ് കിട്ടിക്കഴിഞ്ഞാൽ ഗിവൺ മാസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് എന്നുള്ള ടേം കിട്ടിയില്ലേ? ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ടാവില്ലേ? ഇസ് ഇറ്റ് റൈറ്റ്? അങ്ങനെയാണെങ്കിൽ വോളിയം തന്നുള്ളത് ലിറ്ററിലായിരിക്കും. മേ ബി വോളിയം തന്നുള്ളത് ലിറ്ററിലായിരിക്കും. വോളിയം ലിറ്ററിൽ അല്ലെങ്കിൽ ഇപ്പൊ ML ആണെങ്കിൽ നിങ്ങൾ മേലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ML ആണെങ്കിൽ മേലെ നിങ്ങൾ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ML ആണെങ്കിൽ നമ്മൾ അവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ബേസുകളുടെ കേസിൽ എങ്ങനെയാണ് എൻ ഫാക്ടർ കണ്ടുപിടിക്കുക? ബേസുകളുടെ കേസിലും ബേസിന്റെ കേസ് ഇപ്പൊ NaOH എന്ന് പറയുന്ന ബേസിൽ അതിൽ OH ഒന്നല്ലേ ഉള്ളത്, അപ്പൊ അതിന്റെ ആണ് എൻ ഫാക്ടർ 1 ആണ്. CaOH ട്വൈസിന്റെ എത്ര വരിക? 2 ആണ് വരിക. അത് കഴിഞ്ഞ സാൾട്ടുകളുടെ കേസിൽ ഇപ്പൊ NaCl എൻ ഫാക്ടർ എത്ര വരുന്നത്? 1 ആണ്. CaCl2 Ca2+ ആണ് അതിലുണ്ടാവുക, അതിന്റെ എൻ ഫാക്ടർ 2 ആണ്. AlCl3 ആണ് ഉണ്ടാവുക. ടോട്ടൽ കാറ്റിയോന്റെ ചാർജ് ആണ് നമ്മൾ നോക്കുക. കാറ്റിയോന്റെ ചാർജ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ AlCl3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ -1 ഇവിടെ +3 അല്ലേ വരിക. അലുമിനിയത്തിന്റെ ചാർജ് +3 അല്ലേ വരിക. സോ ആ +3 ആണ് നമ്മൾ എൻ ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പൊ Ca3PO4 ട്വൈസ്, അതിനെ വിളിക്കുന്ന പേരാണ് ബോൺ ആഷ്. ബോൺ ആഷിന്റെ കേസിൽ നോക്ക്, Ca3PO4 ട്വൈസ്, Ca3PO4 ട്വൈസിന്റെ കേസിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കും? എത്രയാണ് എൻ ഫാക്ടർ വരിക? ദിസ് ഈസ് +3, സോ ദിസ് ഈസ് -2. സോ -2 × 3 -6. അവിടെ 6 ആണ് അതിന്റെ എന്ത് വരുന്നത്? സോറി, ഇത് +2, സോറി ദിസ് ഈസ് +2, ദിസ് ഈസ് -3. മാറിപ്പോയതാ കേട്ടോ. ഇത് +2, അത് -3. അങ്ങനെയാണെങ്കിൽ അതിന്റെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 6 വരും. ഇങ്ങനെയാണ് നമ്മൾ എൻ ഫാക്ടർ കണ്ടുപിടിക്കുക. ഇനി അടുത്തൊരു ടേമിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ വി ആർ ഡിസ്കസിങ് ഹിയർ അബൌട്ട് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം? 1 ആണെന്ന് അറിയാം. ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് ഇതെല്ലാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. പെർസെന്റേജ് കമ്പോസിഷൻ എങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുക? പെർസെന്റേജ് കമ്പോസിഷൻ മാസ് ബൈ മാസ് ആണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. W/W ആണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അതാണ് അവിടെ മില്ലി ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി വോളിയം ബൈ വോളിയം ആണെങ്കിൽ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അത് ചെയ്താൽ മതി. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞ ടേമിലോട്ട് കൂടി പോവാം. ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 10⁻⁶ നമ്മൾ പാർട്സ് പെർ മില്യൺ പറയാറുള്ളത്. അപ്പൊ നോക്കൂ, PP എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. അത് വോളിയത്തെ പറയുകയാണെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ടോപ്പിക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ടേംസുകൾ നിങ്ങൾ ഇവിടെ പഠിച്ചു. ഈ കോൺസെൻട്രേഷൻ ടേംസിൽ നിന്ന് എങ്ങനെയാണ് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹൗ ദി ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ശ്രദ്ധിക്കുക. എ 5.2 മോളാർ aqueous solution of C2OH is supplied. What is the mole fraction of methyl alcohol in the solution?
ദിസ് ഈസ് CH3OH ആണ് കേട്ടോ, CH3OH ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 5.2 മൊളാൽ, 5.2 മൊളാലിറ്റി ആണ്. 5.2 മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ പറയാ. 5.2 മൊളാൽ എന്ന് പറഞ്ഞാൽ 5.2 മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് വാട്ടർ. 1 കിലോഗ്രാം വെള്ളത്തിൽ 5.2 മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എത്ര ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാ തന്നുള്ളത്? മെത്തനോൾ. അപ്പൊ മെത്തനോളിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. 1 കിലോഗ്രാം വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങോട് കണ്ടുപിടിക്കാൻ പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ അക്വസ് സൊല്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്നല്ലേ വരിക അല്ലേ? മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഏതാണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇവിടെ മെത്തനോൾ ഉണ്ട്, വാട്ടർ ഉണ്ട്, അക്വസ് സൊല്യൂഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ 5.2 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 1 കിലോഗ്രാം ഓഫ് വാട്ടർ അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്, ഡിവൈഡഡ് ബൈ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. യു ആർ ഗെറ്റിംഗ് 55.5. സോ 5.2 പ്ലസ് 55.5 ഇവിടെ ചെയ്യാം. സോ 5.2 ഡിവൈഡഡ് ബൈ 60.7 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് എ വാല്യൂ ഓഫ് 0.086. നിങ്ങൾ ചെയ്ത് നോക്കുക ഫൈനൽ കാൽക്കുലേഷൻ. അപ്പൊ ചെയ്യേണ്ട മെത്തേഡ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യു ആർ ഗെറ്റിംഗ് എൻ ഓപ്ഷൻ എ. വെരി ഗുഡ്, ആൻസർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്. സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. എത്ര ഏതാന്നുള്ളത്? 0.8. 0.8 എന്നുള്ളതിന് വേണമെങ്കിൽ എനിക്ക് 8/10 എന്ന് എഴുതിക്കൂടെ? സോൾവെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് Na ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നല്ലേ വരിക. അപ്പൊ ഇത് 8 ആണെങ്കിൽ ഇതിനെ ഞാൻ 8 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 2 എന്ന് എഴുതിയാൽ മതിയില്ലേ? കാരണം 8/10 എന്നല്ലേ വന്നുള്ളത്. അല്ലടാ, 8/10 എന്നുള്ളതിൽ സോൾവെന്റ് എന്തായാലും എന്താ വരുന്നത്? 2 ആണ്. അല്ല സോറി, സോൾവെന്റ് എന്തായാലും 8 ആ വരുന്നത്. അപ്പൊ സൊല്യൂട്ട് 2 ആയാലും ടോട്ടൽ 10 അല്ലേ? ടോട്ടൽ 10 അല്ലേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്ന വാല്യൂ എത്ര വരുന്നത്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് എന്നല്ലേ വരിക. സോ 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റിന്റെ വാല്യൂ 0.8 അല്ലേ? സോ യു ആർ ഗെറ്റിംഗ് 0.2 അല്ലേ സൊല്യൂട്ട് കിട്ടുക? 0.2 അല്ലടാ സൊല്യൂട്ട് കിട്ടുക. ഇങ്ങോട്ട് ചോദിച്ചത് എന്താ? മൊലാലിറ്റി അല്ലേ? മൊലാലിറ്റി ചെയ്യുന്ന സമയത്ത് മൊലാലിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം എന്നല്ലേ നമ്മൾ പറയാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ 2 എന്ന് കിട്ടിയില്ലടാ. കിട്ടിയോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 2 എന്ന് കിട്ടിയോ? So you are getting number of moles of solute 2 divided by mass of solvent. Solvent in the number of moles എത്ര കിട്ടിയത്? 8 ആണ്. സോൾവെന്റ് ആയിട്ട് ഇവിടെ അക്വ സൊല്യൂഷൻ ആണ്. അപ്പം മാസ് ഓഫ് സോൾവെന്റ് എന്നുള്ളതിനെ ഇവിടെ 8 മോൾസ് ആണ് സോൾവെന്റ് ഉള്ളത്. ഇൻറ്റു അവിടെ വാട്ടർ ആണ് സോൾവെന്റ്. അക്വ സൊല്യൂഷൻ ആകുമ്പോൾ വാട്ടർ ആണ് സോൾവെന്റ്. സോ മാസ് ഓഫ് സോൾവെന്റ് ആകുമ്പോൾ 8 × 18 അല്ലേ? ഇത് ഗ്രാമിലാണ് തന്നുള്ളത്. ഗ്രാമിലുള്ളതിനെ നമുക്ക് താഴെ ഗ്രാമിലാണ് കിട്ടുന്നെങ്കിൽ മേലെ നമ്മൾ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് 1000 ഡിവൈഡഡ് ബൈ 1000 into 2 ഡിവൈഡഡ് ബൈ 8 into 18 എന്ന് കിട്ടുന്നു. ഈ 8ഉം 2ഉം കട്ട് ചെയ്ത് ഇവിടെ 4 കിട്ടി. ദാറ്റ് ഈസ് 1000 divided by 4 into 18, that is 72. That is equal to 13.88 എന്ന് കിട്ടുന്നു. 13.88 എന്നുള്ള വാല്യൂ ആണ് വരിക. 1000 divided by 72 is 13.88 എന്ന് പറയുന്ന വാല്യൂ വരിക. So you are getting option C ആണ് റൈറ്റ് ആൻസർ വരിക. ദേവനന്ദൻ, it is option C. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ചെയ്ത മെത്തേഡ് നോക്ക്. ഹൗ ദ ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ് ഫ്രം ദീസ് ഏരിയാസ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ടോപ്പിക് ദിസ് ഈസ് വെരി സിമ്പിൾ ടോപ്പിക്, ബട്ട് ഹൗ വാസ് ദ ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ് ഫ്രം ദീസ് ഏരിയാസ്, അത് എങ്ങനെയാണ് വരുന്നത് എന്നാണ് നിങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റിംഗ് ടു ആസ്കിംഗ് വാട്ട് ഈസ് മൊളാലിറ്റി. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് മൊളാലിറ്റി എന്നോ എന്താണ് മൊളാലിറ്റി എന്ന് ചോദിച്ചിട്ടല്ല ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ് ദ റിലേഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും നിങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കയറി ചെല്ലുന്നത് നമ്മുടെ എവിടേക്കാണ്? ഹെൻട്രീസ് ലോയിലോട്ടാണ് പോകുന്നത്. ഹെൻട്രീസ് ലോ പറയുന്നത് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിനെ റിലേറ്റ് ചെയ്യുന്നതാണല്ലോ ഹെൻട്രീസ് ലോ ആണല്ലോ. അപ്പൊ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഒറ്റ പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് പ്രസന്റ് അബവ് ദി സർഫസ് ഓഫ് ദി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൊല്യൂബിലിറ്റി ആയിട്ട് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ കൈ അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ സൊല്യൂബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ആണ്. And we can say solubility is inversely proportional to KH. KH ഉമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. KH നെ വിളിക്കുന്ന പേര് ഹെൻട്രീസ് ലോ കോൺസ്റ്റന്റ് എന്നാണ് പേര് വിളിക്കുക. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ വെക്കും. എന്നിട്ട് ഇവിടെ KH എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? KH ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് പറഞ്ഞത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ കാര്യം നോക്ക്, ടെമ്പറേച്ചർ കൂടിയാൽ KH കൂടി. പക്ഷെ KH കൂടി കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സൊല്യൂബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏതാണ്? സൊല്യൂബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗ്യാസ് ആണ്. സൊല്യൂബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KH ഓഫ് ദി ഗ്യാസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ വരുന്നത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻട്രീസ് ലോ. എന്തൊക്കെയാണ് ഹെൻട്രീസ് ലോന്റെ ബേസിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ്? ഹെൻട്രീസ് ലോന്റെ അപ്ലിക്കേഷൻസ് ഒന്ന് നമ്മുടെ സോഡ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നതിലാണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡീപ് സീ ഡൈവിംഗ് അല്ലെ, നമ്മൾ ഒരു കുളത്തിലോട്ട് ഊള ഇടുന്ന പറയാം എന്റെ നാട്ടില്. ഊള ഇട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഇപ്പൊ വേണ്ട, നിങ്ങൾ വലിയ സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാണെന്ന് തന്നെ വിചാരിച്ചു. സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാം, നമ്മൾ ഗോവയിൽ പോയി സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാം. സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഉള്ളിലുള്ള സാധനങ്ങൾ നൈട്രജൻ പോലെയുള്ള എലമെന്റ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, നൈട്രജൻ ഓക്സിജൻ പോലെയുള്ള സാധനങ്ങളായിരിക്കും ഈ ഒരു ഗ്യാസിന്റെ കുറ്റിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. താഴോട്ട് പോകുന്ന സമയത്ത് എന്ത് കൂടും? പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടി കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഒക്കെ നമ്മളെ ബ്ലഡിൽ വന്ന് സൊല്യൂബിൾ ആവും. വീണ്ടും നിങ്ങൾ തിരിച്ച് മേലോട്ട് തന്നെ സർഫസ് ഓഫ് ദി സീ അല്ലെങ്കിൽ സർഫസ് ഓഫ് ദി ഓഷ്യനിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ അവർ ബ്ലഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. സൊല്യൂബിലിറ്റി കുറയുന്നു. അത് കാരണം ചെറിയ ഒരു ബബിൾസുകൾ നമ്മളെ ഈ ബ്ലഡ് കാപ്പിലറീസിൽ ഫോം ചെയ്യുന്നു. അതിന് നമ്മൾ ബെൻസ് എന്ന് പറയുന്ന രോഗവുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയാറുണ്ട്. ബെൻസ് എന്നൊക്കെയാണ് പേര് വിളിക്കാറുള്ളത്. അടുത്തത് പറയുന്നത് ഇൻ ഫംഗ്ഷൻ ഓഫ് ലെങ്സിന്റെ ഫംഗ്ഷനും എന്താണ്? ഈ ഹെൻട്രീസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. പ്രഷർ കൂടുമ്പോൾ അവിടെ ഓക്സിജന്റെ സൊല്യൂബിലിറ്റി നമ്മുടെ ബ്ലഡിൽ കൂടുന്നു. അതേസമയം ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹിമാലയം കയറി പോവാന്ന് വിചാരിച്ചു. ഹിമാലയം കയറി പോകുന്ന സമയത്ത് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലോട്ട് പോകുന്ന സമയത്ത് അവിടെ പ്രഷർ എന്ത് ചെയ്യാണ്? കുറയാണ്. സോ ദി സൊല്യൂബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ അവർ ബ്ലഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. ചിലപ്പം അതിന് നമ്മൾ വിളിക്കുന്ന പേര് അനോക്സിയ എന്ന് പറയുന്ന പേരൊക്കെ വിളിക്കുന്നു. ചിലപ്പോൾ അതിന് അനോക്സിയൽ ഡെത്ത് എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്ക്. 4 ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഹീലിയം, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഹാവ് എ ഹെൻട്രീസ് കോൺസ്റ്റന്റ് വാല്യൂ. ഹെൻട്രീസ് ലോ കോൺസ്റ്റന്റ് വാല്യൂ KHന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് മോർ സൊല്യൂബിൾ? ഞാൻ പറഞ്ഞു KHന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാലാണ് സൊല്യൂബിലിറ്റി അതിന്റെ വാല്യൂ കൂടുക. KHന്റെ വാല്യൂ കുറവ് ഏതിനാ നോക്ക്? CH4 അല്ലേ തന്നിട്ടുള്ളത്? വെറും 0.413 അല്ലേ തന്നിട്ടുള്ളൂ. സൊല്യൂബിലിറ്റി KHന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇവിടെ CH4 കൂടുതൽ വരിക. Is it right? ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരും. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ ആർ ആസ്കിംഗ്? ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹീലിയം ഇൻ എ സാച്ചുറേറ്റഡ് സോഡിയം ഈസ് 20 ഡിഗ്രി സെൽഷ്യസ് ഈസ്. മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. പ്രഷർ ഓഫ് ഹീലിയം ഇവിടെ KH ഒക്കെ തന്നിട്ടുണ്ട്. വെറും പ്യുവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. P is equal to KH into solubility. KHന്റെ വാല്യൂ 144.97 കിലോ ബാർ ആണ്. ദിസ് ഈസ് 10 power 3 into then ഇതിന്റെ പ്രഷറിന്റെ വാല്യൂ 1.2 into 10 raised to minus 6. You are getting 174 into 10 raised to minus 3. That is equal to 0.174 bar എന്ന് പറയുന്ന ഓപ്ഷൻ എയിലോട്ടാണ് ആൻസർ പോകുന്നത്. Is it right? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്ന ടേം ശ്രദ്ധിക്കുക. വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു പാത്രത്തിൽ നിങ്ങൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവൂലേ? ഇല്ലേ? അതേസമയം ചില ഭാഗത്ത് ആ വെള്ളത്തിന്റെ കിരണങ്ങൾ എന്തായിട്ട് മാറുന്നുണ്ടായിരിക്കും? വെള്ളമായിട്ട്. എന്ന് വെച്ചാൽ വാട്ടർ വേപ്പർ വീണ്ടും ലിക്വിഡ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. ആ വാട്ടർ വേപ്പർ ഈ ലിക്വിഡിന്റെ സർഫസിൽ കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കൂടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
ടെമ്പറേച്ചർ കൂടുന്തോറും വേപ്പർ പ്രഷർ കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോയിലിംഗ് പോയിന്റ്, ഇപ്പൊ ഞാൻ പറയട്ടെ, ബോയിലിംഗ് പോയിന്റ് കുറവാണ് എന്ന് വിചാരിക്കും. ബോയിലിംഗ് പോയിന്റ് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബോയിൽ ചെയ്യുന്നു, പെട്ടെന്ന് വേപ്പർ ആവുന്നു എന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വേപ്പർ പ്രഷർ കൂടും. ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വേപ്പർ പ്രഷർ കൂടും. അപ്പൊ ഇവിടെ പറഞ്ഞു നോക്ക്, ഇത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പർ ഓൺ ദി സർഫസ് ഓഫ് ദി ലിക്വിഡ്. പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഇവിടെ നോക്കണം കേട്ടോ. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പർ ഓഫ് ദി ലിക്വിഡ് ഓൺ ദി സർഫസ്. പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതാണ് വെൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ആർ ഇൻ ഇക്വിലിബ്രിയം. പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പേര് വിളിക്കുക. ഫാക്ടേഴ്സ് എഫക്ടിങ് വേപ്പർ പ്രഷർ ഒന്ന് നാച്ചർ ഓഫ് ലിക്വിഡും ഒന്ന് ടെമ്പറേച്ചറുമാണ് അതിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന ടേം ശ്രദ്ധിക്കുക, ബോയിലിംഗ് പോയിന്റ്. നിങ്ങൾക്ക് അറിയാലോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെയുള്ള വേപ്പർ പ്രഷറിന് ഈക്വൽ ആവുമ്പോഴല്ലേ ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ് യൂസ് ചെയ്യാം. ഇവിടെ പറഞ്ഞു നോക്ക്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനല്ലേ നമ്മൾ ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ് പേര് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കി, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് സം ഗ്യാസസ് അവിടെ തന്നിട്ടുണ്ട്, വിച്ച് വിൽ ഷോ ഹയസ്റ്റ് വേപ്പർ പ്രഷർ. ആർക്കാണ് വേപ്പർ പ്രഷർ കൂടുതൽ? ഞാൻ നേരത്തെ ഇങ്ങോട്ട് ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആർക്കാണോ ബോയിലിംഗ് പോയിന്റ് കുറവ്, ഹൂ ദേ ഹാവ് ദി ബോയിലിംഗ് പോയിന്റ് ഈസ് വെരി ലെസ്, പെട്ടെന്ന് ബോയിൽ ചെയ്യുന്ന ആളല്ലേ പെട്ടെന്ന് വേപ്പറായിട്ട് മാറുക. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കുറവ് ആർക്കാണുള്ളത് നോക്ക്. ബോയിലിംഗ് പോയിന്റ് കുറവ് ഇതിലേത് വരുന്നത്? 65 അല്ലേ ബോയിലിംഗ് പോയിന്റ് കുറവ്. ദാറ്റ് ഈസ് മെത്തനോളിനല്ലേ ബോയിലിംഗ് പോയിന്റ് കുറവ്. അയാൾക്കല്ലേ വേപ്പർ പ്രഷർ കൂടുക. ഈസ് ഇറ്റ് റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് റോൾസ് ലോയിലോട്ടാണ്. റോൾസ് ലോയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് റോൾസ് ലോയിൽ പറഞ്ഞിട്ടുള്ളത്? ലിക്വിഡ് സൊല്യൂഷന്റെ കേസുകളാണ് ആക്ച്വലി എവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ റോൾസ് ലോന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് റോൾസ് ലോയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റോൾസ് ലോയിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്യേണ്ടത് ലിക്വിഡ് സൊല്യൂഷന്റെ കേസിലാണ്. അപ്പൊ ഞാൻ ആൽക്കഹോളും വാട്ടറും എന്ന് പറഞ്ഞാൽ കള്ളും വെള്ളം കൂടി മിക്സ് ചെയ്ത് കള്ളിന്റെ വെള്ളമാക്കി മാറ്റി എന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ പറയുന്ന ഒരു പോയിന്റും ഇപ്പം ഈ കള്ളിന് ഒരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനിവിടെ ഇതാണ് റോൾസിൽ പറഞ്ഞത്, ഇവിടെ ഉള്ള ഇപ്പൊ ഇതിന് P1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് കള്ള് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് കള്ള്. ദാറ്റ് ഈസ് അതിനങ്ങൾ ഇതാണെങ്കിൽ P1 is equal to P1 into Chi1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് അതാണ് P1 എന്ന് ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. P1 is equal to Chi1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ എടുക്കുകയാണെങ്കിൽ P2 is directly proportional to Chi2 എന്ന് പറയാം. ദാറ്റ് ഈസ് P2 is equal to P2 into Chi2 എന്ന് നമ്മളൊരു പേര് പറയാം. എന്നിട്ട് നിങ്ങൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നിങ്ങൾക്ക് അറിയാം. എന്താ ഡാൾട്ടൺസ് ലോ പറഞ്ഞുള്ളത്? P total is equal to P1 plus P2 എന്നല്ലേ പറഞ്ഞുള്ളത്. P total is equal to P1 plus P2 അല്ലേ. സോ P total is equal to P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടിയത്? P1 Chi1 plus P2 Chi2 എന്ന് പറയുന്ന ഫൈനൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ എത്തുന്നു. ദിസ് ഈസ് എ ഫൈനൽ ഇക്വേഷൻ. അങ്ങനെ ഒരു ഫൈനൽ ഇക്വേഷനിലോട്ട് നമ്മൾ എത്തുന്നു. ഇതാണ് ആകെ റോൾസ് ലോ നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ദിസ് എ വെരി ബേസിക് ഇക്വേഷൻ. ഈ ഒരു ബേസിക് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അറിഞ്ഞിരുന്നാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നോക്ക്. PA is directly proportional to mole fraction ആണ്. PA is equal to PA0 into Chi-A. ആൽക്കഹോളിന്റെ കേസിൽ PB is directly proportional to mole fraction. PB is equal to P0B into PB. Chi-B. Then total vapor pressure is equal to PA plus PB. That is equal to PA0 into Chi-A plus P0B into Chi-B എന്ന് പറയുന്ന ടേം നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് ഹിയർ? എന്താണ് ഇവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ? ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താ ചോദിച്ചുള്ളത്? ദ വേപ്പർ പ്രഷർ ഓഫ് ടു ലിക്വിഡ് P and Q ആർ 80 and 62 respectively. The total vapor pressure of the solution is obtained by mixing 3 moles of P and 2 moles of Q. അപ്പൊ രണ്ട് വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം. ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു PP പ്ലസ് PQ. ഇവിടെ Pയും Qയും തന്നുകൊണ്ട് PP പ്ലസ് PQ എന്ന് പറയുന്ന പേര് ഞാൻ വിളിക്കുന്നു. PP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് P ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് P പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് Q ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് Q എന്ന് വരുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് P ദാറ്റ് ഈസ് 80 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് P. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് 3 moles of P in 2 moles of Q. മോൾ ഫ്രാക്ഷൻ ഓഫ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? നമ്പർ ഓഫ് മോൾസ് ഓഫ് P ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് P 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഈസ് 5. Is it right? സോ ഇവിടെ നോക്ക്, ദിസ് ഈസ് 3/5 പ്ലസ് പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് Q ദാറ്റ് ഈസ് 60 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഇവിടെ Q ആണ് കേട്ടോ. മോൾ ഫ്രാക്ഷൻ ഓഫ് Q
mole fraction of Q. Mole fraction of Q എന്ന് പറഞ്ഞാൽ എന്താ? Number of moles of Q divided by total number of moles. Number of moles of Q, 2 divided by total number of moles, 5. That is 2 by 5. 80 into 3 by 5. That is 240 by 5. Plus 60 into 2 by 5. 120 by 5. That is equal to 360 by 5. 360 by 5 is equal to 72. Option A will be your right answer. Is it right? Is it clear? അപ്പൊ മക്കളെ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് 2023, 22, 21 ചോദിച്ചിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ഹിയർ അബൌട്ട് ഡാൾട്ടൺസ് ലോ ഓഫ് വേപ്പർ പ്രഷർ. ഡാൾട്ടൺസ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ ആണ്. Partial pressure is equal to partial pressure of A അല്ലെങ്കിൽ partial pressure of A is equal to mole fraction of A into P total. ഇതാണ് അവിടെ പറഞ്ഞ കാര്യം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം P total എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PA plus PB ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. So that is mole fraction of A into P total plus mole fraction of B into P total എന്ന് പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. കമ്പാരിസൺ ബിറ്റ്വീൻ റോൾസ് ലോ ആൻഡ് ഡാൾട്ടൺസ് ലോ. റോൾസ് ലോ പറഞ്ഞത് പി എ ഇസ് ഇക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ എന്നും പി ബി ഇസ് ഇക്വൽ ടു പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്നുമാണ്. എന്നാൽ ഡാൾട്ടൺസ് ലോ പറയുന്ന പി എ ഇസ് ഇക്വൽ ടു പി ടി ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ, പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. ഇവിടെയും പി എന്റെ റിലേഷൻ അല്ലേ കിട്ടിയുള്ളത്? ദിസ് ടു റിലേഷൻ, ചെക്ക് ദിസ് ടു റിലേഷൻ. ഈ രണ്ട് റിലേഷനും കിട്ടിയുള്ളത് പി എന്റെ റിലേഷൻ അല്ലേ? അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി എ നോട്ട് ഇൻറ്റു കൈ എ ഇസ് ഇക്വൽ ടു പി ടി ഇൻറ്റു കൈ എ എന്ന് എഴുതിക്കൂടെ? Is it right? Is it right? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് ഹിയർ? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇൻ വാട്ടർ സാച്ചുറേറ്റഡ് എയർ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ വേപ്പർ ഈസ് 0.02. So mole fraction of water vaporന്റെ mole fraction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.02 ആണ്. If the total pressure 1.2 ആണ്, partial pressure of dry air എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. Mole fraction of dry air plus mole fraction of water vapor is equal to 1 ആണ്. Mole fraction of water vapor തന്നിട്ടുണ്ട് 0.02. So mole fraction of dry air എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minus 0.02, that is 0.98 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. Is it right? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചത് partial pressure of dry air is equal to P total into mole fraction of dry air അല്ലേ വരിക? mole fraction of dry air അല്ലേ വരിക? ഇതല്ലേ ഇപ്പൊ നമ്മൾ ഡാൾട്ടൺസ് ലോ പറഞ്ഞ ഇക്വേഷൻ. So total pressure എത്ര എന്നുള്ളത് 1.2 into mole fraction of dry air എത്ര 0.98. 1.98, that is 1.176. Option D will be your answer. Is it right? അല്ലെങ്കിൽ ഇതല്ലാത്ത രീതിയിലും ഇതിനെ നമ്മൾക്ക് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ ആലോചിക്കുക. ഇതല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കാന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. കാരണം ഇതല്ലാത്ത രീതിയിൽ ഇതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്താ വെച്ചാൽ പാർഷ്യൽ പ്രഷർ വാട്ടർ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടോട്ടൽ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ചെയ്യാം. പി ടോട്ടൽ തന്നിട്ടുണ്ട് 1.2, മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ തന്നിട്ട് 0.02. ചെയ്യുന്ന സമയത്ത് 0.024 എന്ന് കിട്ടുന്നു. ഇപ്പൊ എന്ത് കിട്ടി? പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ കിട്ടി. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ കിട്ടിക്കഴിഞ്ഞാൽ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ എന്നല്ലേ കിട്ടുക? പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ എന്നല്ലേ കിട്ടുക? സോ അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ എങ്ങനെയായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ ഇസ് ഈക്വൽ ടു പി ടോട്ടൽ മൈനസ് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ ആയിരിക്കും. പി ടോട്ടലിന്റെ വാല്യൂ 1.2 മൈനസ് 0.024 ഇസ് ഈക്വൽ ടു 1.176. ഇങ്ങനെയും ചെയ്യാം. ഏത് രീതി ചെയ്ത് കഴിഞ്ഞാലും മെത്തേഡ് ഒക്കെ സെയിം തന്നെയാണ്, ആൻസർ കിട്ടുന്നതും സെയിം തന്നെയായിരിക്കും. ഇസ് ഇറ്റ് റൈറ്റ്? ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചെയ്യാം. പി എ ആൻഡ് പി ബി ആർ ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് എ ആൻഡ് ബി റെസ്പെക്ടീവ്ലി ഇൻ ആൻ ഐഡിയൽ ബൈനറി സൊല്യൂഷൻ ഇഫ് എക്സ് റെപ്രസെന്റ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് എ ആൻഡ് ടോട്ടൽ പ്രഷർ. അങ്ങനെ അറിയാം പി ടി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്ന് എഴുതാം. നമുക്ക് ചോദിച്ചിട്ടുള്ളത് കൈന്റെ ഓർഡറിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് വി ക്യാൻ റൈറ്റ് പി നോട്ട് എ ഇൻറ്റു കൈ എ പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ എ പ്ലസ് കൈ ബി ഇസ് ഈക്വൽ ടു 1. സോ കൈ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് കൈ എ എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി നോട്ട് എ കൈ എ പ്ലസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് ബി കൈ എ എന്ന് കിട്ടും. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് പി നോട്ട് ബി പ്ലസ്
പി നോട്ട് എ കൈ എ മൈനസ് പി നോട്ട് ബി കൈ എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് പി നോട്ട് ബി പ്ലസ് കൈ എനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പി നോട്ട് എ മൈനസ് പി നോട്ട് ബി എന്ന് എഴുതാം. അതിനിവിടെ എഴുതിയിട്ടുള്ളത് പി ബി ഈസ് ഈക്വൽ ടു കൈ എ ഇൻറ്റു പി എ മൈനസ് പി ബി എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഇവിടെ ഉള്ള ഡി അല്ലേ, ഇവിടെ ഡി ഓപ്ഷൻ അല്ലേ വന്നുള്ളത്? ഇസ് ഇറ്റ് റൈറ്റ്? ദാറ്റ് ഇസ് എ ഡി ഓപ്ഷൻ അല്ലടാ പിള്ളേരെ, അത് ഡി ഓപ്ഷൻ അല്ലേ? ചെയ്തു നോക്ക് നിങ്ങൾ എന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് റോൾസ് ലോ? ലിമിറ്റേഷൻസ് ഓഫ് റോൾസ് ലോ പറയുന്നത് ഒന്ന്, നോട്ട് വാലിഡ് ഫോർ സൊല്യൂട്ട് റിയാക്ട് വിത്ത് സോൾവെന്റ് കെമിക്കലി. സോൾവെന്റുമായിട്ട് കെമിക്കലി റിയാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതെന്താണ് ഒരു ലിമിറ്റേഷൻ ആണ്, നമ്മൾ കൺസിഡർ ചെയ്യാറില്ല റോൾസ് ലോ. നീഡ് മോഡിഫിക്കേഷൻ ഇഫ് സൊല്യൂട്ട് അണ്ടർഗോ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. നമ്മൾ വാൻ ഹോഫ് ഫാക്ടർ നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ പറയും. ഡിസോസിയേഷനും അസോസിയേഷനും വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം? മോഡിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓൺലി. വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻസുകൾക്ക് മാത്രമാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ടേംസിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? ദ സൊല്യൂഷൻ വിച്ച് ഒബേ റോൾസ് ലോ. റോൾസ് ലോനെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയുന്ന പേര് വിളിക്കാം? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്ന പേര് വിളിക്കാം. ഐഡിയൽ സൊല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഐഡിയൽ സൊല്യൂഷന് P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 നോട്ട് 1 ഇൻറ്റു കൈ 1ഉം P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 നോട്ട് ഇൻറ്റു കൈ 2 എന്ന് തന്നെ വരിക. പക്ഷേ എൻതാൽപി ഓഫ് മിക്സും എൻതാൽപി ഓഫ് വോളിയം മിക്സും ഇതിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും ഐഡിയൽ സൊല്യൂഷന് വരിക. എൻതാൽപി ഓഫ് വോളിയം മിക്സും എൻതാൽപി ഓഫ് മിക്സിംഗിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. എ ഇന്ററാക്ഷൻ ഈസ് ഈക്വൽ ടു ബി ഇന്ററാക്ഷൻ ഈസ് ഈക്വൽ ടു എ ബി ഇന്ററാക്ഷൻ. എന്താ എ? സോൾവെന്റ് ഇന്ററാക്ഷൻ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? സൊല്യൂട്ട് ഇന്ററാക്ഷൻ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഈക്വൽ ആയിരിക്കും. അപ്പൊ എല്ലാ ഇന്ററാക്ഷൻസും നിയർലി സെയിം ആയിരിക്കും. എക്സാമ്പിൾസുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ ബേസിക്കലി ഉള്ള എക്സാമ്പിൾസുകൾ മക്കളെ? ഒന്ന്, എൻ ബ്യൂട്ടൈനും എൻ പെൻഡൈനും. എക്സാമ്പിൾസ് ബൈ ഹാർട്ട് ആക്കി പോവാം. എൻ ഹെക്സൈനും എൻ ഹെപ്റ്റൈനും, സൈക്ലോ ഹെക്സൈനും സൈക്ലോ പെൻഡൈനും, ബെൻസീനും ടൊളുവിനും, ക്ലോറോ ഈതേനും ബ്രോമോ ഈതേനും, മെത്തനോളും എത്തനോളും, CCl4 SiCl4, ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും. ഈ എക്സാമ്പിൾസുകൾ എല്ലാവരും നിർബന്ധപരമായിട്ട് പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. എന്താ നോൺ ഐഡിയൽ സൊല്യൂഷൻ? വിച്ച് ഡസ് നോട്ട് ഒബേ റോൾസ് ലോ. റോൾസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതാണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. സോ ഇവിടെ പറയുന്ന കാര്യം, വേപ്പർ പ്രഷർ ഐദർ ഹയർ ഓർ ലോവർ ദാൻ ദി റോൾസ് ലോ. ഇവിടെയുള്ള വേപ്പർ പ്രഷർ ഒന്നില്ലെങ്കിൽ റോൾസിനേക്കാളും കൂടുതലാവാം, അല്ലെങ്കിൽ വേപ്പർ പ്രഷർ റോൾസിനേക്കാളും എന്ത് ചെയ്യാം? കുറവാവാം. അതിന് കൂടുതലാണോ കുറവാണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ എന്ന് നമ്മൾ പറയാറുള്ളത്. ഇഫ് ഇറ്റ് ഈസ് ഹയർ ഓർ ലോവർ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ഓർ നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഹയർ, ഇവിടെയുള്ള വേപ്പർ പ്രഷർ റോൾസ് ലോന്റെ വേപ്പർ പ്രഷറിനെക്കാളും കൂടുതലാണെങ്കിൽ വി ക്യാൻ സേ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള വേപ്പർ പ്രഷർ റോൾസ് ലോന്റെ വേപ്പർ പ്രഷറിനെക്കാളും കുറവാണെങ്കിൽ അതിന് എന്ത് പേര് വിളിക്കാം? നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്ന പേര് വിളിക്കാം. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു എ ഇന്ററാക്ഷനും ഉണ്ട്, ബി ഇന്ററാക്ഷനും ഉണ്ട്. സോ ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും എ ഓർ ബി ഇന്ററാക്ഷൻ is greater than AB interaction. That is, AB interaction is weaker than AA and BB. Okay. ദേവന്തൻ നമ്മൾ നോർമാലിറ്റി വെച്ചുള്ള പ്രോബ്ലംസ് നമ്മളെ ആപ്പിൽ ഉണ്ട്. നിങ്ങൾ അത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. എ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഏതിനേക്കാളും കൂടുതലാണ്? സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെന്ത് പേര് വിളിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്ന പേര് വിളിക്കും. അതിനെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്ന പേര് വിളിക്കാം. എന്നാൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്താ പറയുന്നുള്ളത്? നെഗറ്റീവ് ഡീവിയേഷൻ ഇവിടെ പറഞ്ഞ പോയിന്റ്, പോസിറ്റീവ് ഡീവിയേഷനിൽ പറഞ്ഞ പോയിന്റ് വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിക്കുക. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എ ബി ഇന്ററാക്ഷൻ വീക്കർ ആണ് എന്ന് പറഞ്ഞാൽ എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും ആണ് അവിടെ കൂടുതൽ വരിക. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എ ബി ഇന്ററാക്ഷൻ എന്താണ്? സ്ട്രോങ്ങർ ആണ്. എ ബി ഇന്ററാക്ഷൻ ആർ സ്ട്രോങ്ങർ ദാൻ എ ഇന്ററാക്ഷൻ ഓർ ഏതിനേക്കാളും ബി ഇന്ററാക്ഷനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾസുകൾ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം. പറയുന്ന കാര്യം നോക്കുക എല്ലാവരും. പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ ഇവിടെ പറയുന്ന പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാം. പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ പറഞ്ഞ കാര്യം എ ഇന്ററാക്ഷന് ബി ഇന്ററാക്ഷൻ ആണ് എന്ത് സ്ട്രോങ്ങർ ഏതിനേക്കാളും? എ ബി ഇന്ററാക്ഷനേക്കാളും. എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറിനെക്കാളും കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്ന പേര് വിളിക്കാം.
അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും വീക്കർ ആണ്. ഏതിനേക്കാളും വീക്കർ ആണ് എ ബി ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എ ബി ഇന്ററാക്ഷൻ ആണ് സ്ട്രോങ്ങർ. ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ നമുക്ക് അവിടെ പറയാൻ പറ്റും. ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ അവിടെ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറിനെക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ള രീതിയിലും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ എക്സാമ്പിൾസുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ എക്സാമ്പിൾസുകളാണ് അവർ വരുന്നത് എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 2-3 ആൾക്കാരെ ഞാൻ പറയാം. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒന്ന് എത്തനോൾ ആൻഡ് അസറ്റോൺ ആണ്. എത്തനോൾ ആൻഡ് അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസറ്റോൺ ആൻഡ് CS2, അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. അസറ്റോൺ ആൻഡ് CCl4 പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ആരൊക്കെ? നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഒന്ന് ഫിനോൾ ആൻഡ് അനിലിൻ. ഫിനോളും അനിലിനും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ക്ലോറോഫോമും അതേപോലെ തന്നെ അസറ്റോണും. ക്ലോറോഫോമും അസറ്റോണൊക്കെ നെഗറ്റീവ് ഡീവിയേഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ചോദിച്ച ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. The mixture which show positive deviation from Rolle's law. Positive deviation, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നോക്കി, എത്തനോൾ ആൻഡ് അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. സോ ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതൊക്കെയായിരിക്കും? എത്തനോൾ ആൻഡ് അസറ്റോൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an ideal solution is formed. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ have no volume change of mixing. ശരിയാണ്. ഡെൽറ്റ വി മിക്സ് is equal to 0. ശരിയല്ലടാ. അത് കഴിഞ്ഞാൽ have no enthalpy change of volume, that is delta H mix is equal to 0. Have both above characterized. So option C. രണ്ടും മേലെ പറഞ്ഞ രണ്ടും ശരിയല്ലേ? സോ ഓപ്ഷൻ എയും ബിയും ശരിയാണെങ്കിൽ ഓപ്ഷൻ സി വരും ആൻസർ. അത് കഴിഞ്ഞ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ സൊല്യൂഷൻ ഓഫ് അസറ്റോൺ ഇൻ എത്തനോൾ. അസറ്റോൺ ഇൻ എത്തനോൾ കുറെ പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു. ദാറ്റ് ഈസ് ഇറ്റ് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് അസറ്റോൺ ഇൻ സൊല്യൂഷൻ. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ അസിയോട്രോപ്സുകളെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് അസിയോട്രോപ്സുകൾ നമുക്ക് പറയാനുള്ളത്? ശ്രദ്ധിക്കുക എല്ലാവരും. എന്താണ് അസിയോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസിയോട്രോപ്സിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ദേ ആർ ദി ബൈനറി മിക്സേഴ്സ്. They have same composition in liquid phase and vapor phase and boils at constant temperature. Liquid phase ലും vapor phase ലും vapor phase ലും അതിന്റെ composition same ഉം അത് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ കോൺസ്റ്റന്റും ആണെങ്കിൽ അതിന് അസിയോട്രോപ്സ് എന്ന് പറയുന്ന പേര് വിളിക്കാം. അസിയോട്രോപ്സ് അവരെ നമുക്ക് സാധാരണ നോർമൽ ഇവിടെ പറയുന്ന പോയിന്റ് ഉണ്ട്. നോർമൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നൊക്കെ ആക്കി മാറ്റുന്ന സാധനം. അങ്ങനെ വെച്ചിട്ടുള്ള സെപ്പറേഷനിൽ നമുക്ക് ഒരിക്കലും അസിയോട്രോപ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഈ അസിയോട്രോപ്സുകൾ ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സുകളും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സുകളും ഉണ്ട്. ഈ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സിൽ പെടുന്നതാണ് ഒന്ന് വാട്ടറും എത്തനോളൊക്കെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സുകളാണ്. എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സുകൾ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറും നൈട്രിക് ആസിഡ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. അത് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പൊ മാക്സിമം ആണെങ്കിൽ നെഗറ്റീവ്, മിനിമം ആണെങ്കിൽ പോസിറ്റീവ്. മിനിമം പോസിറ്റീവ്, മാക്സിമം നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഓർമ്മിച്ച് വെക്കുക ആ ഒരു കൺസെപ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കും. നെക്സ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് പോവാം. നെക്സ്റ്റ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലോട്ടാണ് പോകുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്കൊന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ, അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി നോട്ട് എ. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ്, ഓസ്മോട്ടിക് പ്രഷർ പൈ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കൺസെപ്റ്റുകളുമാണ് ഇനി പറയുന്നത്. വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം എന്റെ പിള്ളേര്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഏറ്റവും ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഇസ് ഈക്വൽ ടു കൈ ബി. ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പി നോട്ട് എ മൈനസ് പി എ, ദാറ്റ് ഈസ് പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഇസ് ഈക്വൽ ടു കൈ ബി. കൈ ബി എന്ന് പറഞ്ഞ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ? അപ്പൊ ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇവിടെ പറയുന്ന കാര്യത്രേ ഉള്ളൂ. വെൻ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഡിക്രീസ് വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ്. ഒന്നുമില്ല, വോളറ്റൈൽ അല്ലാത്ത ഈസിലി ഇവാപ്പറേറ്റ് ചെയ്യാത്ത ഒരു സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വേപ്പർ പ്രഷർ കുറയുന്നു, അത് വേപ്പർ ആവുന്നത് കുറയുന്നു. അപ്പൊ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്.
ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ദിസ് ഈസ് കൈ ബി. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാനിവിടെ കൈയെന്ന് എഴുതിയുള്ളത്, ദിസ് ഈസ് ആക്ച്വലി കൈ ബി. അപ്പൊ ഞാനിവിടെ എഴുതുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. P0A, I am just writing here. This is actual equation is P0A minus PA divided by P0A is equal to chi B. Chi B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NB divided by NA plus NB എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ NB എന്നുള്ള ടേം ചില കേസുകളിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? P0A minus PA divided by P0A is equal to NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ given mass of solute divided by molar mass of solute അല്ലേ? ഡിവൈഡഡ് ബൈ NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ given mass of solvent divided by molar mass of solvent എന്നല്ലേ? തിരിച്ചു വരുമ്പോൾ അത് എങ്ങനെയായിട്ട് മാറും മക്കളെ? molar mass of solvent ഇൻറ്റു ഇവിടെ given mass of solvent എന്നുള്ള രീതിയിൽ തിരിഞ്ഞു വരില്ലേ? തിരിഞ്ഞു വരില്ലടാ. ആ ഇക്വേഷൻ ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. The vapor pressure of benzene at 80 degrees Celsius lowered എന്ന് പറയുന്നുണ്ട്. ലോവർ ഇത് 10 ആണ് when 2 gram of non volatile solute. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ്, നമുക്ക് അറിയേണ്ട ഇക്വേഷൻ എന്താണ്? നമുക്ക് റിലേറ്റീവ് ലോവറിംഗിന്റെ ഇക്വേഷൻ P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A is equal to WB divided by MB into MA divided by WA എന്ന് പറയുന്ന ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കാം. ഇവിടെ ഇനീഷ്യൽ ഇവിടെ നോക്ക്, വാപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞാണ്. വാപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് A പ്യുവർ ബെൻസീൻ 750 മൈനസ് അതിൽ പിന്നെ പറഞ്ഞത് വാപ്പർ പ്രഷർ ലോവേർഡ് ബൈ 10 mm 10 mm കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 10 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 740 ഡിവൈഡഡ് ബൈ P0A that is 750 is equal to given mass of solute. ഇവിടെ നോക്ക്, 2 gram of non volatile substance is dissolved in 78 gram of benzene. Given mass of solute 2 divided by molar mass of solute കണ്ടുപിടിക്കണം ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ് ആയിട്ട് ഇവിടെ ബെൻസീൻ ആണ്. ബെൻസീന്റെ മോളാർ മാസ് 78 ഡിവൈഡ് ബൈ എന്റെ ഗിവൺ മാസും 78. Is it right? സോ ഇവിടെ എന്ത് കിട്ടും മക്കളെ? 10 divided by 750 is equal to 2 by molar mass എന്ന് കിട്ടുന്നു. So we can say molar mass is equal to 2 into 750 divided by 10. So 10 ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ this is equal to 150 എന്ന് പറയുന്ന വാല്യൂ ഓപ്ഷൻ എ ആണ് എനിക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓപ്ഷൻ എ will be your answer. Is it right? Is it right? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് that is delta TB. ഇക്വേഷൻ പഠിച്ചു വെക്കുക. delta TB is equal to KB into molality. Okay, so delta TB is equal to KB into molality. ലൈവിൽ ഒരാൾ ചോദിക്കുന്നു, സാറിന്റെ മുടിയൊക്കെ കിളിച്ചപ്പോ സാർ ആകെ മാറിപ്പോയല്ലോ എന്ന്. മക്കളെ, ഗ്ലാമർ കൂടുതലടാ ഓരോ ദിവസം കൂടും തോറും, പ്രായം കൂടും തോറും ഗ്ലാമർ കൂടുന്ന രണ്ടാൾക്കാരെ ഈ ദുനിയാവിലുള്ളൂ. ഒന്ന് ഞാനും മമ്മൂട്ടിയാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഡെൽറ്റ TB is equal to KB into molality എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ എത്തുന്നത്. അപ്പൊ ഡെൽറ്റ TB മൊളാലിറ്റി എന്താന്ന് നിങ്ങൾക്ക് അറിയാം. മൊളാലിറ്റി നമുക്ക് ഇവിടെ മാസ് ഓഫ് ഇവിടെ 1000 ഡെൽറ്റ TB ഇവിടെ എഴുതിയത് 1000 into KB എന്നാ. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ WB ഡിവൈഡഡ് ബൈ MB into മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാമിലാണെങ്കിൽ ഇവിടെ ഒരു into 1000 വരും. ആ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Is it right? ആ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് മോളാർ മാസ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം പറയുന്നു. എന്നിട്ട് ഇവിടെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ ഡെൽറ്റ TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ ഇവിടെ TB ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം കൊടുത്തുള്ളത്? TB എന്ന് പറഞ്ഞാൽ എന്താ? ബോയിലിംഗ് പോയിന്റ് ഓഫ് ഇവിടെ ഏതിന്റെയാ? സൊല്യൂഷൻ. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ഡെൽറ്റ TB നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. അപ്പൊ ഡെൽറ്റ TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ പേര് വിളിക്കുക? TB മൈനസ് TB നോട്ട് എന്നല്ലേ പേര് വിളിക്കുക. ദാറ്റ് ഈസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എന്നല്ലേ പേര് വിളിക്കുക. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എന്നല്ലേ പേര് വിളിക്കുക. ഓർമ്മിച്ച് വെക്കുക ഈ കൺസെപ്റ്റ് ഒക്കെ. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്താണ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എന്താണെന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഓർമ്മിച്ച് വെക്കുക. ഇനി KB എന്ന് പറയുന്നത് എന്താണ് ടേം? വാട്ട് ഈസ് KB?
KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേര് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന പേര് വിളിക്കുക. ഒന്ന് KBയുടെ പേര് വിളിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ വിളിക്കുന്ന പേര് മൊളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ വിളിക്കുന്ന പേരുകൾ ഓർമ്മിച്ച് വെക്കണം. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആൻഡ് യൂണിറ്റ് KBയുടെ യൂണിറ്റ്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് KB? KBയുടെ യൂണിറ്റ് കെൽവിൻ അവിടെ എഴുതുന്നുണ്ട്. ദിസ് ഈസ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ എന്ന് പറയുന്ന യൂണിറ്റ്. വാട്ടറിന്റെ KBയുടെ വാല്യൂ വരുന്നത് 0.52 ആണ്. അതൊന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. വാട്ടറിന്റെ വാല്യൂ 0.52 ആണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡെൽറ്റ TB ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും. ഒരു ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം ഡെൽറ്റ TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KB ഇൻറ്റു മൊളാലിറ്റി ആണ്. ഇവിടെ തന്നിട്ടുണ്ട് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എലിവേഷൻ 0.80 ഈസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് NB ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ് WA. അത് ഇൻ ഗ്രാമിലാണെങ്കിൽ ഇവിടെ ഇൻറ്റു 1000. അത് സംശയമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. KBയുടെ വാല്യൂ 0.52 ഇൻറ്റു WB മാസ് ഓഫ് സൊല്യൂട്ട് തന്നുള്ളത് 12.5 ഡിവൈഡ് ഇൻറ്റു 100 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ മോളാർ മാസിനെ M ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ് തന്നിട്ടുണ്ട് 185. ഇവിടെ തന്നിട്ടുണ്ട് 0.80. ഇതിന് M കണ്ടുപിടിച്ചൂടെ? ഈസ് ഇറ്റ് റൈറ്റ്? M കണ്ടുപിടിച്ചൂടെ? ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? അങ്ങനെ M ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഫൈൻഡ് ദി ആൻസർ. ഞാൻ ഇപ്പൊ ഇവിടെ ആൻസർ പറയത്തില്ല. യു ട്രൈ ടു ഡു ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എമ്മിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ TF. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF എന്നാണ് പേര് വിളിക്കുക. ഡെൽറ്റ TF ഫ്രീസിംഗ് പോയിന്റിനെ കുറിച്ച് പറയുന്നത് KF ഇൻറ്റു മൊളാലിറ്റി ആണ്. മൊളാലിറ്റി എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ എങ്ങനെയാണ് 1000 വരിക എന്നും WBയും MBയും WA എങ്ങനെ വരുമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന പോയിന്റ് ഡെൽറ്റ TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TF നോട്ട് മൈനസ് TF എന്നാണ് വരിക. നേരത്തെ TB മൈനസ് TB നോട്ട് ആയിരുന്നു. ഇവിടെ TF നോട്ട് മൈനസ് TF എന്നാ വരിക. TF നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? TF നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. എഴുതി വെച്ചോട്ടോ. TF നോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. എഴുതി വെച്ചോ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ KFനെ വിളിക്കുന്ന പേര് എന്തൊക്കെയാണ്? KFനെ വിളിക്കുന്ന പേര് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പേര് വിളിക്കുന്നു. KF ഓഫ് വാട്ടർ എത്രയാണ്? വാട്ട് ഈസ് KF ഓഫ് വാട്ടർ? KF ഓഫ് വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1.86 ആണ്. നേരത്തെ പറഞ്ഞ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ. സാറ കുറെ നേരമായല്ലോ മോളെ. ഹലോ. ഇവിടെ ഉണ്ട് മോളെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇതുമായിട്ടും ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ശ്രദ്ധിക്കും നിങ്ങൾ. Yes, right. Devanandan, yes. That's the right answer. An aqueous solution freezes at minus 0.36 KF and KB of water തന്നിട്ടുണ്ട്. The value of boiling point of solution at 1 atm pressure. വളരെ ടിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്ര വലിയൊരു ടിസ്റ്റ് അല്ല താനും. KF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KFന്റെ വാല്യൂ 1.8 തന്നിട്ടുണ്ട്. KBയുടെ വാല്യൂ 0.52 തന്നിട്ടുണ്ട്. ഡെൽറ്റ TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KF ഇൻറ്റു മൊളാലിറ്റി ആണ്. TFന്റെ വാല്യൂ 0.36. അങ്ങനെ TFന്റെ വാല്യൂ കിട്ടി. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി അറിയാം. ഡെൽറ്റ TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു എന്താ ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ TF നോട്ട് മൈനസ് TF. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് മൈനസ് TF. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് ദാറ്റ് ഈസ് 0. വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 മൈനസ് TFന്റെ വാല്യൂ -36 -36. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. You are getting a value of 36. 36 കിട്ടിക്കഴിഞ്ഞാൽ 36 is equal to KFന്റെ വാല്യൂ 1.8 into molality എന്ന് കിട്ടി. So molality is equal to 0. This is 0.36 ആട്ടോ, 36 അല്ല. I am the sorry അളിയ. ഇവിടെയുള്ള വാല്യൂ -0.36 ആണ്. This is plus 0.36 ആണ്. So 0.36 divided by 1.8 that is equal to 0.2 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. മൊളാലിറ്റി കിട്ടി. നിങ്ങളോട് ചോദിച്ചത് എന്താ? ബോയിലിംഗ് പോയിന്റ് എത്ര എന്നുള്ളതാണ് ചോദിച്ചത്. ഏതാ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ? ശ്രദ്ധിക്കണേ, ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷനാ. അപ്പൊ ഡെൽറ്റ TB is equal
ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി എന്നൊരു ഇക്വേഷൻ എഴുതി. KB യുടെ വാല്യൂ 0.5 ഇൻറ്റു മൊളാലിറ്റി 0.2 52 ആണ്. അപ്പൊ ഇത് 0.104 എന്ന് ഡെൽറ്റ TB യുടെ വാല്യൂ കിട്ടി. ഡെൽറ്റ TB ആണോ ചോദിച്ചത്? എല്ലാ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, മുദ്ര നോക്കടാ, മുദ്ര. ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താ? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്താന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ പറയുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കടാ, ഡെൽറ്റ TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB മൈനസ് TB നോട്ട് അല്ലേ? അപ്പൊ TB അതല്ലേ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ TB പ്ലസ് TB നോട്ട് എന്നല്ലേ വരിക. ഡെൽറ്റ TB യുടെ വാല്യൂ 0.104 പ്ലസ് TB നോട്ട് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യൂർ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 100. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 100.104 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ 2 വിൽ ബി യുവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആയിരിക്കും നിങ്ങളെ കറക്റ്റ് ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ നോക്ക്. സ്പ്രിംഗ്ലിംഗ് ഓഫ് സാൾട്ട് ഹെൽപ്സ് ഇൻ ക്ലീനിങ് ദി സ്നോ കവേർഡ് ബൈ ദി ഹിൽസ്. ഹിൽസിലുള്ള സ്നോ കവർ ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ്ലിംഗ് ഓഫ് സാൾട്ട് ചെയ്താൽ മതി. ശരിയാണ്. അതെന്താ ചെയ്യുന്നത്? അവിടെയുള്ള ഫ്രീസിംഗ് പോയിന്റ് കുറക്കുന്നു. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സ്നോ. ഫ്രീസിംഗ് പോയിന്റ് കുറക്കുക ചെയ്യുന്നത്. ഓപ്ഷൻ B ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന കാര്യം ഏതാ മക്കളെ? വി ആർ ഡിസ്കസിംഗ് ഹിയർ അബൌട്ട് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിനിമം പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു സൊല്യൂഷൻ ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസിനെ നിർത്താൻ വേണ്ടി കൊടുക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു CRT. സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്, മൊളാരിറ്റി ആണ്, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം RT. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഇൻറ്റു ml ഇൻറ്റു RT എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കാൻ പറ്റും. ഇസ് ഇറ്റ് റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ചില ടേംസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചില ടേംസുകൾ, 3 ടേംസുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കണം എല്ലാവരും. ഹൈപ്പോട്ടോണിക്, ഐസോട്ടോണിക്. എന്റെ കയ്യിൽ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു. ഓറഞ്ചിനെ ഞാൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വെക്കുകയാണെങ്കിൽ ആ ഓറഞ്ച് വയസ്സന്മാരെ പോലെ ചിക്കിച്ചുളുങ്ങി അതിൻ്റെ ഉള്ളിലുള്ള ജലാംശം മുഴുവൻ പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ കിടക്കുന്ന പോലെ കിടന്നു കഴിഞ്ഞാൽ ഈ ഓറഞ്ച് വലുതായിട്ട് വരുന്നു. എന്നാൽ ഐസോട്ടോണിക്കിലോ ഒരു പ്രശ്നവും ഞാനിവിടെ നൈസായിട്ട് ജീവിച്ചു പോവാന്ന് പറഞ്ഞിട്ട് അവര് ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഐസോട്ടോണിക്കിനെ കുറിച്ച് പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാ നോക്കണം. 2 സൊല്യൂഷൻ ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ മാറുന്നില്ല. When these 2 solutions are separated by SPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെമി പെർമിയബിൾ മെംബ്രെയിൻ. there is no osmosis. അവിടെ ഓസ്മോസിസ് നടക്കുന്നില്ല. ഇവിടെ പറഞ്ഞു നോക്കൂ, ഓസ്മോട്ടിക് പ്രഷർ അസോസിയേറ്റഡ് വിത്ത് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ബ്ലഡ് ഈസ് ഇക്വലന്റ് ടു 0.9. അവിടെയുള്ള ഓസ്മോട്ടിക് പ്രഷർ എന്തിന് ഇക്വലന്റ് ആയിരിക്കും? 0.9. അവിടെ ഓസ്മോസിസ് നടക്കുന്നില്ല. 2 സൊല്യൂഷന്റെയും ഓസ്മോട്ടിക് പ്രഷർ തുല്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 1 is equal to ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 2. ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും N1 RT by V1 is equal to N2 RT by V2. ആറും ടിയും എന്തായാലും കോൺസ്റ്റന്റ് ആണല്ലോ. രണ്ടും കട്ട് ചെയ്ത് കളയാം, ആറും ടിയും കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് N1 by V1 is equal to N2 by V2 എന്ന് പറയുന്ന ഫൈനലി ഉള്ള ഒരു ഫോർമുല അവിടെ ഫോം ചെയ്യുന്നു. ഇസ് ഇറ്റ് റൈറ്റ്? ഐസോട്ടോണിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിച്ചുള്ളത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ നമ്മൾ നേരത്തെ കാണിച്ചു. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്താണ്? വലുതായി വീർത്ത് വരിക അല്ലെ? അപ്പൊ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ വിച്ച് ഹാവ് മോർ കോൺസെൻട്രേഷൻ ലെസ് ദാൻ 0.9. ഹാവ് കോൺസെൻട്രേഷൻ ലെസ് ദാൻ 0.9. 0.9 കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ അതിന് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നുള്ള പേര് വിളിക്കുന്നു. NaCl is known as the hypotonic. In this case, water will fill into the cell placed in the solution and they would cell. അതിന് വാട്ടർ ഉള്ളിലേക്ക് പോകുന്നു. അപ്പൊ സെൽ എന്ത് ചെയ്യുന്നു? സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഇറ്റ്സ് എ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ പറയാം. ഇറ്റ്സ് റൈറ്റ്. ഓക്കെ. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് പറയുന്നത് ഹൈപ്പർട്ടോണിക്, ചുക്കിച്ചുളിഞ്ഞു പോകുന്ന കാര്യം. ഹൈപ്പർട്ടോണിക് ഇത് നിങ്ങൾ ഓൾറെഡി ഒരു ബയോ സയൻസ് സ്റ്റുഡന്റ് +2 പഠിച്ചതാണെങ്കിൽ യു ആർ സ്റ്റഡിങ് ദിസ് ഇൻ ബയോളജി ആൾസോ. നിങ്ങൾ ബയോളജി ബോട്ടണിയിൽ ഇത് ഒന്നും കൂടി പഠിക്കേണ്ടെന്ന് തോന്നുന്നു. ഹൈപ്പർട്ടോണിക്കിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഇഫ് യു പ്ലേസ് എ സെൽ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് മോർ ദാൻ 0.9 കോൺസെൻട്രേഷനെക്കാളും കൂടുതലാണ് നിങ്ങൾ വെക്കണമെങ്കിൽ ഓഫ് സോഡിയം ക്ലോറൈഡ്, വാട്ടർ വിൽ ഫ്ലോ ഔട്ട് ഓഫ് ദി സെൽ ആൻഡ് ദേ വുഡ് ശ്രിങ്ക്. അവർ ശ്രിങ്ക് ചെയ്യുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. The solution which have concentration more than 0.9 കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പേര് വിളിക്കാം? ഹൈപ്പർട്ടോണിക് എന്ന് പറയുന്ന പേര് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? ഇവിടെ നോക്ക്. The direction of osmosis can be reversed if the pressure is larger than
the osmotic pressure is applied to the solution side. എന്താണ് മക്കളെ റിവേഴ്സ് ഓസ്മോസിസ്? എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞേ, എന്താ റിവേഴ്സ് ഓസ്മോസിസ്? നമ്മൾ ഓസ്മോസിസിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യാണ്? മാറ്റിയാണ്. എങ്ങനെ? പ്രഷർ ലാർജർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈഡ് ടു ദി സൊല്യൂഷൻ സൈഡ്. സൊല്യൂഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാൾട്ടിന്റെ ഈ സൈഡിലോട്ട്, സാൾട്ടിന്റെ സൈഡിലോട്ട് അവിടെയുള്ള പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടും കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള വാട്ടർ മുഴുവൻ, സോൾവെന്റ് മുഴുവൻ അവിടെ നിന്ന് പോകും, സൊല്യൂട്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഫ്രഷ് വാട്ടർ മാത്രമായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ആക്ച്വലി നിങ്ങളിപ്പം RO വാട്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ വലിയ ഇപ്പം ഒരു തമിഴ്നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും RO വാട്ടർ. ദാറ്റ് ഈസ് ആക്ച്വലി റിവേഴ്സ് ഓസ്മോസിസ് വാട്ടർ. റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്? ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കും. നമ്മളിവിടെ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷനിലുള്ള പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും കൂടുതലുള്ള പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ സോൾവെന്റ് മുഴുവൻ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു, സൊല്യൂട്ട് അല്ല മൂവ് ചെയ്യുന്നത്, സോൾവെന്റാ മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് സാൾട്ടിൽ നിന്ന് ആര് വേർപ്പെടുന്നു? നമ്മളെ വാട്ടർ വേർപ്പെടുന്നു. ആൻഡ് യു ആർ ഗെറ്റിംഗ് എ പ്യുവർ വാട്ടർ. അങ്ങനെ നമുക്ക് പ്യുവർ വാട്ടർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കും, the workable porous membrane, a film of cellulose acetate placed in a suitable support. നമ്മളെ മെംബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് സെല്ലുലോസ് അസറ്റേറ്റ് ആണ്, അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Cellulose acetate is a permeable to water but impermeable to impurities or ions in sea water. നമ്മൾ ഇവിടെ റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സെല്ലുലോസ് അസറ്റേറ്റ് ആണ് ഇവിടെയുള്ള മെംബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അത് വാട്ടറിനെ അതിന്റെ ഉള്ളിലൂടെ പെർമിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലൂടെ പറഞ്ഞയക്കും, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുന്നില്ല? ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന നോക്കുക, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഷുഗർ സൊല്യൂഷൻ ഈസ് 2.5 atmosphere. ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ എത്രയാണ്? ഓസ്മോട്ടിക് പ്രഷർ കാണാൻ ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ തന്നുള്ളത് 2.5 ആണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 24 degrees Celsius. യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു കെൽവിൻ പ്ലസ് 273, ദാറ്റ് ഈസ് 297. ആറിന്റെ വാല്യൂ ഇത് നമുക്ക് തന്നുള്ളത് ഇവിടെ കിട്ടിയുള്ളത് ഒന്ന് ലിറ്റർ മുകളിലൊക്കെയാണ്. അപ്പൊ ഏതാ വരിക? 0.0821 ലിറ്റർ ATM എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. എന്താ ചോദിച്ചുള്ളത്? കോൺസെൻട്രേഷൻ C ആണ് കണ്ടുപിടിക്കേണ്ടത്. യു ഹാവ് ടു ഫൈൻഡ് ദ കോൺസെൻട്രേഷൻ. ഓൾറെഡി യു നോ ദി ഇക്വേഷൻ പൈ ഇസ് ഈക്വൽ ടു CRT. സോ C ഇസ് ഈക്വൽ ടു പൈ ബൈ RT. പൈന്റെ വാല്യൂ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ? പൈന്റെ വാല്യൂ ഇവിടെ 2.5 ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ 0.0821 ഇൻറ്റു ടിന്റെ വാല്യൂ 297. യു ആർ ഗെറ്റിംഗ് എ വാല്യൂ ഓഫ് 0.1025 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. ഐ തിങ്ക് ദിസ് ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ശ്രദ്ധിക്കുക എല്ലാവരും. ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 2 gram of dissolved protein per 300 centimeter cube of solution in 200 mm of Hg at 27 degrees Celsius, the molecular mass. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങൾക്ക് 20 mm of Hg ആണ് അവിടെ തന്നിട്ടുള്ള പ്രഷർ. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിരിക്കണം 760 mm of Hg, 760 mm of Hg നെ വിളിക്കുന്ന പേരാണ് 1 ATM എന്ന് പറയുന്ന പേര് വിളിക്കാം. അപ്പൊ 1 mm of Hg എന്തായിരിക്കും? 1 mm of Hg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/760 ATM അല്ലേ വരിക? നിങ്ങൾക്ക് ഇവിടെ തന്നുള്ളത് 20 mm of Hg അല്ലേ? 20 mm of Hg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? അപ്പം 20 ഡിവൈഡഡ് ബൈ 760 ATM എന്നല്ലേ വരിക? അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി പ്രഷറിന് ATM-ലോട്ട് കൺവേർട്ട് ചെയ്തില്ലേ? ഇനി ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ പൈ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? CRT. ദാറ്റ് ഈസ് പൈ ഇസ് ഈക്വൽ ടു N by VRT. പൈ ഇസ് ഈക്വൽ ടു N by VRT. സോ പൈ V ഇസ് ഈക്വൽ ടു NRT എന്ന് കിട്ടി. പൈന്റെ വാല്യൂ എത്ര കിട്ടി? 20 ഡിവൈഡഡ് ബൈ 760 ഇൻറ്റു വോളിയം എത്ര തന്നുള്ളത്? 300 സെന്റിമീറ്റർ ക്യൂബ്. ദാറ്റ് ഈസ് 300 ഇൻറ്റു എന്നിന്റെ വാല്യൂ. N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ 2 gram ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പൊ 2 ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ഇൻറ്റു ആറിന്റെ വാല്യൂ 0.0821 ഇൻറ്റു ടി ആണെങ്കിൽ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 300. കാരണം 27 degrees Celsius ആണ് ഇവിടെ തന്നുള്ളത് ടെമ്പറേച്ചർ. അപ്പൊ അത് 300 ആയിരിക്കും. ഇത് ചെയ്യണം. ഇതിന് എന്ത് ചെയ്യണം? M കണ്ടുപിടിക്കണം. M കണ്ടുപിടിക്കുക മക്കളെ, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ദി M കണ്ടുപിടിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ഇസ് ഇറ്റ് റൈറ്റ്? അത് നിങ്ങൾക്ക് വിട്ടു, ആ പണി ഞാൻ നിങ്ങൾക്ക് വിട്ടു. M കണ്ടുപിടിക്കുക. കാൽക്കുലേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെ അറിയില്ലേ? സോ ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് M നെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോകുന്ന കാര്യം ശ്രദ്ധിക്കുക, അബ്നോർമൽ മൊളാർ മാസ്. അബ്നോർമൽ മൊളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഇതിനെ ഒരു ബേസിക് ഒരു ക്ലാസിഫിക്കേഷൻ, ഞാനതിനെ വാൻ ഹോ ഫാക്ടർ വെച്ചിട്ട് ഞാനിതിനെ ഇങ്ങനെ പറയുന്നു നോക്കാം. Number of particle after dissociation or association divided by number of particle before dissociation or association. അതാണല്ലോ അബ്നോർമൽ മൊളാർ മാസം. അതിലും ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില ഇക്വേഷൻസ് ശ്രദ്ധിക്കാം.
ഡിസോസിയേഷൻ ആണെങ്കിൽ ഞാൻ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആദ്യം ഡിസോസിയേഷനെ കുറിച്ച് പറയാം. ഡിസോസിയേഷൻ ആണെങ്കിൽ ഐന് കാണാനുള്ള ഇക്വേഷൻ 1+n-1 ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു വെക്കാം. 1+n-1 ആൽഫ. അപ്പൊ ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ i-1 = n-1 ആൽഫ എന്ന് കിട്ടുന്നു. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i-1 / n-1 എന്ന് കിട്ടുന്നു. അപ്പൊ അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയി. കിട്ടിയോടാ മക്കളെ? ഈസ് ഇറ്റ് റൈറ്റ്? അപ്പൊ ഇവിടെ ഐ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ഞാൻ പറയുന്നത്. ഐ കണ്ടുപിടിക്കണമെങ്കിൽ 1+n-1 ആൽഫ കാണാപ്പാഠം പഠിച്ചോ. ഡിസോസിയേഷൻ ഇക്വേഷൻ 1+n-1 ആൽഫ. ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ആൽഫ ഇസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അതിൽ നിന്ന് ആൽഫ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഒരു കാര്യം നിർബന്ധപരമായിട്ടും ഓർമ്മിച്ചു വെക്കാം. ഡിസോസിയേഷൻ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഡിസോസിയേഷൻ ഐന്റെ വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഐന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ അസോസിയേഷനും കൂടി ഒന്ന് പറയട്ടെ. അസോസിയേഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ഇവിടെ അസോസിയേഷനെ കുറിച്ച് പറയാം. അസോസിയേഷനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇക്വേഷൻ I = 1+1/n-1 ആൽഫ. ഇതാണ് നമ്മുടെ അസോസിയേഷൻ ഇക്വേഷൻ വരാം. അസോസിയേഷൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അസോസിയേഷൻ ആണെങ്കിൽ ഐന്റെ വാല്യൂ ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. അസോസിയേഷൻ ആണെങ്കിൽ ഐന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഡിസോസിയേഷൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഗിവൺ ആയിരിക്കും. അസോസിയേഷൻ ക്വസ്റ്റ്യൻ അധികം എങ്ങനെയാണ് വരിക ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെ വരും. ഇപ്പം അസറ്റിക് ആസിഡ് CH3COH ഈസ് ഡൈമറൈസ്ഡ് ഇൻ ബെൻസീൻ up to 10% എന്നൊക്കെ വരും ക്വസ്റ്റ്യൻ. ഡൈമറൈസ് എന്നൊക്കെ പറയുന്ന സാധനം ഒരു 2 മോണോമർ കൂടിയ തന്നെയാണ് ഡൈമറൈസ്. അത് അസോസിയേഷൻ ആണ്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ അസോസിയേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് വളരെ ഈസിയാണ്. ഇവിടെ ആൽഫയുടെ വാല്യൂ 10% ആണെങ്കിൽ 10/100 ദാറ്റ് ഈസ് 0.1 ആയിരിക്കും ആൽഫയുടെ വാല്യൂ. ഐ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1+1/n. ഡൈമർ ആയി കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 2 ആൾക്കാരുണ്ടായിരിക്കും 2 -1 ആൽഫയുടെ വാല്യൂ 0.1 ദാറ്റ് ഈസ് 1 - 0.5 into 0.1 that is equal to 1 - 0.05 that is equal to 0.95 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ആണോ ഐന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അസോസിയേഷൻ ആണെങ്കിൽ ഐന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഡിസോസിയേഷൻ ആണെങ്കിൽ ഐന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി ഡിസോസിയേഷനിൽ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഡിസോസിയേഷന്റെ കേസിൽ എന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇപ്പൊ അസോസിയേഷൻ നമ്മൾ പറഞ്ഞു. ഇതിന് കൂടാതെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കാം. ഒരു നോൺ ഇലക്ട്രോലൈറ്റ് വന്നു. ഇലക്ട്രോലൈറ്റ് അല്ലാത്ത സാധനങ്ങൾ ഇപ്പൊ ഗ്ലൂക്കോസ്, യൂറിയ, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ C6H12O6, യൂറിയ NH2CONH2 ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഐന്റെ വാല്യൂ എപ്പോഴും എന്താ കൺസിഡർ ചെയ്യുക? 1 ആണ് കൺസിഡർ ചെയ്യുക. I = 1. ഇനി എന്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തീർത്തരാൻ വേണ്ടി പറയാണ്. നിങ്ങൾ കയ്യിൽ തന്നിട്ടുള്ളത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഇഫ് യു ആർ ഗിവൺ ബൈ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആയിരിക്കും. ആൽഫയുടെ വാല്യൂ 100% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡിസോസിയേഷൻ ആണെങ്കിൽ I = 1+n-1 ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ 100% എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് 1. അപ്പൊ ഈ 1ഉം ഈ -1ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐന്റെ വാല്യൂ ഇവിടെ എന്തെന്ന് കിട്ടും? n എന്ന് കിട്ടും. ഏതിന്റെ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl തന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ ഐന്റെ വാല്യൂ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 ആണ്. കാരണം അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് H+ഉം Cl- ആയിട്ടാ മാറുക. HNO3 തന്നു കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ആവുന്നത് H+ഉം Cl- ആയിട്ടാണ്. ഇത് സ്പ്ലിറ്റ് ആവുന്നത് H+ഉം NO3- ആണ്. അതിലുള്ള അയണുകളുടെ എണ്ണം നോക്കിയാൽ മതി. അപ്പൊ I = 2 തന്നെ വരിക. ഇനി നോക്ക്, K2SO4 തന്നു. K2SO4 ആണെങ്കിൽ അതിന് ഐന്റെ വാല്യൂ 2K ++ SO4 2- ഐന്റെ വാല്യൂ ഇവിടെ എത്ര വരിക? 3 ആണ് വരിക. I വാല്യൂ = 3. അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഐന്റെ വാല്യൂ കണ്ടുപിടിക്കാം. Is it right? ഇപ്പൊ ഡിസോസിയേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു.
അപ്പൊ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസ് വരുന്ന കേസ് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നുകൂടി നോക്കുക. വാൻ ഹോ ഫാക്ടറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് അസോസിയേഷൻ ഉണ്ട്, ഡിസോസിയേഷൻ ഉണ്ട്, നോൺ ഇലക്ട്രോലൈറ്റിന്റെ കേസ് ഒക്കെ പറഞ്ഞു. ഡിസോസിയേഷൻ ആണെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക 1 + n - 1 ആൽഫ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഐന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അസോസിയേഷൻ ആണ് 1 + 1/n - 1 ആൽഫ ഐന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള രീതി എന്നുള്ളതും ഞാൻ ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ നോൺ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഐന്റെ വാല്യൂ 1 ആയിരിക്കും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇപ്പൊ വരുമ്പം എങ്ങനെയാണ് ഡിസോസിയേഷൻ ചെയ്യുക എന്നുള്ള രീതിയും ഞാൻ ഇവിടെ പറഞ്ഞു. ഈസ് ഇറ്റ് ക്ലിയർ ആണോ മക്കളെ? ഈസ് ഇറ്റ് റൈറ്റ്? ഈസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ബെൻസോയിക് ആസിഡ് undergo dimerization in benzene solution. The Van Hoff factor I is related to degree of dissociation alpha. The acid is undergo dimerization. Dimerization ഏതാ മക്കളെ? What is dimerization? Dimerization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? അസോസിയേഷൻ ആണ് വരിക. Is it right? ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ആണ്. അപ്പൊ ഇക്വേഷൻ I is equal to 1 + 1/n - 1 ആൽഫ എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ. Is it right? അപ്പൊ ഇവിടെ that is equal to 1 + 1/n is equal to ഡൈമർ ആണെങ്കിൽ 1/2 - 1 ആൽഫയുടെ വാല്യൂ ആൽഫ അവിടെ നിൽക്കട്ടെ ആൽഫ that is equal to 1 - 1/2 minus 0.5 alpha that is equal to 1 - alpha/2 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് ഇവിടെ വരിക. ആണോ? Is it right? Is it right? Is it clear? Is it clear? അങ്ങനെയാണെങ്കിൽ അസോസിയേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്? ഡിസ്കസ് ചെയ്തതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ശ്രദ്ധിക്കുക അടുത്ത ക്വസ്റ്റ്യൻ. Acetic acid in benzene is dimerized up to 30%. The Van Hoff factor is acetic acid. I ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 1 + ഡൈമറൈസ് ചെയ്യുന്നതൊക്കെ ഏതാ? അസോസിയേഷൻ ആണ്. 1/2 - 1 ആൽഫയുടെ വാല്യൂ 30% is 0.3. That is 1 - 0.5 into 0.3. That is 1 - 0.15. That is 0.85. ഓപ്ഷൻ സി വരും. അസോസിയേഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ ഇങ്ങനെയാണ് വരിക. Is it right? അങ്ങനെയാണെങ്കിൽ ഇവിടെ 8ാം ക്ലാസ് സ്റ്റുഡൻസിന് ഇപ്പൊ തന്നെ തുടങ്ങണമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. 8ാം ക്ലാസ് സ്റ്റുഡന്റ് ഉണ്ടോ? ഹൈസ് ഇല്ല. 8ാം ക്ലാസ് സ്റ്റുഡന്റ് ഇല്ല ഹൈസ്. ഇതിൽ JEE സ്റ്റുഡൻസ് ആണുള്ളത് ഹൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക മക്കളെ. വാട്ട് വിൽ ബി ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇഫ് 0.1 molar MgNO3 twice solution if the Van Hoff factor is 2.74? ശ്രദ്ധിക്കടാ, നീ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഐന്റെ വാല്യൂ ഡിസോസിയേഷൻ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1 + n - 1 ആൽഫ. ഇതാണ് ഇക്വേഷൻ. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I - 1 ഡിവൈഡഡ് ബൈ n - 1. ഐന്റെ വാല്യൂ 2.74 - 1 ഡിവൈഡഡ് ബൈ ഇവിടെ Mg3NO3 twice Mg3NO3 Mg2 + 2NO3 ഇവിടെ ഐന്റെ വാല്യൂ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. N that is equal to 3. Is it right? N ന്റെ വാല്യൂ 3 that is 3 - 1 that is equal to 0.87. that is 87%. So you are getting an answer of 87% എന്ന് പറയുന്ന ഒരു ആൻസറിലോട്ട് എത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following will have a same value of Van Hoff factor like K4FeCN6? K4FeCN6 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടില് നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരിക? ഹൗ വിൽ ബി ദി ഇക്വേഷൻ എങ്ങനെ വരിക? 4K+. ശ്രദ്ധിക്കണം എല്ലാവരും. എങ്ങനെ ഇവിടെ ഇക്വേഷൻ വരിക? 4K+ എന്നായിട്ട് മാറും. പ്ലസ് FeCN6 all power 4- എന്നായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 4 + 1 is equal to 5 ആണ് വരിക. 5 വരുന്നത് ഏതാ നോക്കിയാൽ മതി. വാൻ ഹോഫ് ഫാക്ടർ. ഇവിടെ വാൻ ഹോഫ് ഫാക്ടർ 5 വരുന്നത് ഇയാളെ നോക്ക്. Al2SO4 thrice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? 2Al3 plus 3SO4 2- ടോട്ടൽ 2 + 3. ഐന്റെ വാല്യൂ 5 ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ്, ഐന്റെ വാല്യൂ ഏതാണെന്നുള്ളത്. Is it right?
അങ്ങനെയാണെങ്കിൽ നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇതോടുകൂടി നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അക്വസ് സൊല്യൂഷൻ വിൽ എക്സിബിറ്റ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്? ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആരാ കാണിക്കുക? ബോയിലിംഗ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി. ഇവിടെയും ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി. ഐന്റെ വാല്യൂ Na2SO4. ഐ എന്ന് പറഞ്ഞാൽ എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ Na2SO4, 2 Na പ്ലസും ഒരു SO4, ടോട്ടൽ 3 ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി. മൊളാലിറ്റിയോടെ തന്നിട്ട് 0.01, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.03 KB എന്ന് കിട്ടുന്നു. ഒക്കെ മൊളാലാണ് കേട്ടോ. അടുത്ത ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ഇവിടെ കിട്ടേണ്ട വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു കെ ബി ഇൻറ്റു മൊളാലിറ്റി തന്നുള്ളത് 0.01, ദാറ്റ് ഈസ് 0.02 KB എന്ന് കിട്ടുന്നു. അടുത്തത് ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു യൂറിയ. യൂറിയ ഇസ് എ നോൺ ഇലക്ട്രോലൈറ്റ്. Urea is a non-electrolyte. Non-electrolyte അതിന്റെ വാല്യൂ 1 into Kb into അതിന്റെ വാല്യൂ 0.015, that is 0.015 Kb എന്ന് കിട്ടുന്നു. ഗ്ലൂക്കോസും, ഗ്ലൂക്കോസ് is a non-electrolyte. അതിന്റെ വാല്യൂ 1. അതിന്റെ വാല്യൂ 1 into Kb into 0.015, that is equal to 0.015 Kb എന്ന് കിട്ടുന്നു. ചോദിച്ച ക്വസ്റ്റ്യൻ, which one of the following aqueous solution will exhibit highest boiling point? ഇതിൽ ആർക്കാ വലിയ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്? ദാറ്റ് ഈസ് 0.03 അല്ല ഇതിലെ വലിയ വാല്യൂ. 0.03 അല്ലടാ ഇതിലുള്ള വലിയ വാല്യൂ. Is it right? So option A will be your right answer. മക്കളെ, എല്ലാ കാര്യങ്ങളും എല്ലാ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുകളും ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്കുള്ള പ്രോബ്ലംസുകൾ നിങ്ങളുടെ ആപ്പിലായിട്ട് നിങ്ങൾക്ക് 10-50 ക്വസ്റ്റ്യൻസുകൾ 2020 മുതലുള്ള 23 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വ്യക്തമായിട്ട് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് പല ചാപ്റ്ററുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എന്റെ പേര് നിഷാദ് എന്നാണ്. CNS എന്ന് പറഞ്ഞ പേരുമായിട്ട് അറിയപ്പെടുന്നു. സോ see you again and again. Bye-bye. Thank you, Fatima Hiba. Thank you all. എവിടെയും പോയിട്ടില്ല, എവിടൊക്കെ തന്നെ ഉണ്ടോ. Thank you, dears. Rishikesh, Anash, Abhinav, AK, Top G, Aishwarya. Thank you, guys.